എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 13, 14, 15 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ഭഗവാൻ നഗ്നജിത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി എന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. തസ്മൈ ഹേമാസനസ്ഥായ കൃത്വാ വിധിവദർഹണാം ആസീനോ വിഷ്ടരേ രാജാ ജഗാദ പരയാ മുദാ. നമുക്ക് പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തസ്മൈ ഹേമാസനസ്ഥായ കൃത്വാ വിധിവത് അർഹണാം ആസീന വിഷ്ടരേ രാജാ ജഗാദ പരയാ മുദാ. രാജാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കോസലത്തിലെ രാജാവായിട്ടുള്ള നഗ്നജിത്ത്. അദ്ദേഹം ഹേമാസനസ്ഥായ തസ്മൈ വിധിവത് അർഹണാം കൃത്വ. ഹേമാസനസ്ഥ, ഹേമാസനം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള സിംഹാസനം. ആ സ്വർണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന് വിധിവത്, വിധിപ്രകാരമുള്ള ഒരു അതിഥി വന്നാൽ എങ്ങനെയാണ് സൽക്കരിക്കേണ്ടത് എന്നുള്ളതിന് പ്രത്യേകിച്ച് വിധികളൊക്കെ ഉണ്ട്, ചടങ്ങുകളുണ്ട്. ആ ചടങ്ങൊക്കെ അനുസരിച്ച് വേണ്ടതുപോലെ പൂജകളൊക്കെ ചെയ്തതിന് ശേഷം വിധിവത് അർഹണാം കൃത്വ, അർഹണ പൂജയാണ്, പൂജകളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം വിഷ്ടരേ ആസീന, സ്വയം സിംഹാസനത്തിൽ പോയി ഇരുന്നു. അതായത് അതിഥിയെ വരുമ്പോൾ അതിഥിയെ സിംഹാസനത്തിലിരുത്തി വേണ്ട പൂജകളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷമേ ആതിഥേയൻ ഇരിക്കാവൂ. അല്ലാതെ അതിഥി വരണതിന് മുമ്പ് താൻ തൻ്റെ സിംഹാസനത്തിൽ തൻ്റെ കസേരയിൽ ഇരിക്കും എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇരിക്കുന്നവൻ ഒരു ഉത്തമനായിട്ടുള്ള ആതിഥേയനല്ല. അത് ആര് വന്നാലും. അപ്പോൾ നഗ്നജിത്ത് പ്രായം കൊണ്ട് വളരെ കൂടിയ ആളാണ്. ശ്രീകൃഷ്ണനാണ് ഈ നഗ്നജിത്തിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രായമൊക്കെ കൂടുമെങ്കിലും അതിഥി എപ്പോഴും പൂജ്യനാണ്, പരമപൂജ്യനാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭഗവാന്റെ കാലൊക്കെ കഴുകിച്ച് വെള്ളം കുടിക്കാനും ഭക്ഷിക്കാനും ഒക്കെ കൊടുത്ത് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് അദ്ദേഹം സ്വന്തം സിംഹാസനത്തിൽ വന്ന് ഇരുന്നത്. വിഷ്ടരേ ആസീന, വിഷ്ടര എന്ന് പറഞ്ഞാൽ സ്വന്തം, ഇവിടെ സിംഹാസനം എന്നർത്ഥം. അതായത് നഗ്നജിത്തിൻ്റെ സ്വന്തം സിംഹാസനം. മറ്റത് ഭഗവാന് വേണ്ടിയിട്ട്, അതിഥിക്ക് വേണ്ടിയിട്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ചൊരു സിംഹാസനം വേറെ ഉണ്ടായിരുന്നു. അവരവരുടെ സിംഹാസനത്തിൽ വന്നിരുന്നു കൊണ്ട് പരയാമുദ, വളരെയധികം വർദ്ധിച്ചു വന്നതായ ആനന്ദത്തോടു കൂടിയിട്ട് ജഗാദ ഇപ്രകാരം പറഞ്ഞു. എല്ലാം കൊണ്ടും വളരെയധികം സന്തോഷമായി നഗ്നജിത്തിന്. അതുകൊണ്ട് വേണ്ടതുപോലെ സ്വീകരിച്ചു, ഇരുത്തി, അതുകൊണ്ട് പൂജകളൊക്കെ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ ആരംഭിച്ചു. എന്താണ് പറയണത് എന്ന് 14ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. വിദുഷാമഭിജാതാനാം വിനീതാനാം യശസ്വിനാം അദ്യാഹം പ്രഥമോ ജാത യത്വം യാതോസി മദ്ഗൃഹം. ആദ്യം പദച്ഛേദം പറയാം. വിദുഷാം അഭിജാതാനാം വിനീതാനാം യശസ്വിനാം അദ്യ അഹം പ്രഥമ ജാത യത് ത്വം യാത അസി മദ്ഗൃഹം. ഞാൻ ആരായിത്തീർന്നു എന്നാണ് ആദ്യം നഗ്നജിത്ത് ഭഗവാനോട് പറയണത്. അഹം അദ്യ, ഇന്നു ഞാൻ ആരായിത്തീർന്നു. വിദുഷാം അഭിജാതാനാം വിനീതാനാം യശസ്വിനാം പ്രഥമോ ജാത. ഈ കുറച്ച് ആൾക്കാരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ആരൊക്കെയാണത്? വിദുഷാം പ്രഥമോ ജാത. വിദുഷാം എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ, പണ്ഡിതന്മാരെ വെച്ച് നോക്കുമ്പോൾ ആ പണ്ഡിതന്മാരിൽ വെച്ച് ഒന്നാമനായി, എല്ലാ പണ്ഡിതന്മാരെക്കാളും ഉത്തമനായിട്ടുള്ളൊരു പണ്ഡിതനായിത്തീർന്നു ഞാൻ ഇന്ന്. പിന്നെ ആരായിത്തീർന്നു? അഭിജാതാനാം പ്രഥമോ ജാത. അഭിജാതൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ജനിച്ചവൻ, ഉന്നത കുലജാതന്മാരിൽ വെച്ച് ഒന്നാമനായി തീർന്നു ഞാൻ. അഭിജാതാനാം പ്രഥമ. അടുത്തത് വിനീതാനാം പ്രഥമ. വിനയമുള്ളവരിൽ വെച്ച്, വിനയം ഉള്ളവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ മാതൃകയായിട്ടുള്ള ഒന്നാമനായി തീർന്നു ഞാൻ. അതുപോലെ തന്നെ യശസ്വിനാം പ്രഥമോ ജാത. യശസ്സുള്ളവൻ,
ഏറ്റവും കീർത്തി കേട്ടവന്മാരിൽ ഒരാളായി തീർന്നു ഞാൻ. അങ്ങനെ 4 തരത്തിലുള്ള ഗുണങ്ങളാണ് ഭഗവാന്റെ ആഗമനം കൊണ്ട് തനിക്ക് ഇന്ന് ഉണ്ടായത്. അതാണ് ഇവിടെ പറയണത്. യത്, അതിന് കാരണം എന്താണ്? ത്വം, അങ്ങ് മദ്ഗൃഹം യാത അസി, അങ്ങ് എൻ്റെ ഗൃഹത്തിലേക്ക് വന്നുവല്ലോ. അങ്ങയെ വേണ്ടതുപോലെ സേവിക്കാനും അതുപോലെ തന്നെ അതിഥി സത്കാരങ്ങൾ നൽകാനുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആരായിത്തീർന്നു? ഏറ്റവും വലിയ യശസ്വിയായി, ഏറ്റവും വലിയ വിനയാന്വിതനായി, ഏറ്റവും അഭിജാതനായി, ഏറ്റവും വലിയ പണ്ഡിതനുമായി. ഇതിനൊക്കെ കാരണം ഭഗവാന്റെ ആഗമനമാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനുമാണ് എന്നാണ് ഇപ്പോൾ നഗ്നജിത്ത് ഭഗവാനെ അറിയിച്ചത്. എന്നിട്ട് പിന്നെന്താണ് ഉണ്ടായത്? ഭഗവാന്റെ വർണ്ണനയാണ്. അങ്ങയെ കാണണം, എല്ലാവരും കാണേണ്ടതാണ് ഈ രൂപം എന്ന് പറയുകയാണ് ചെയ്യണത്. നമുക്ക് 15ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ശ്യാമം പദ്മപലാശാക്ഷം ദീർഘബാഹും കൃശോദരം പീതാംബരമപശ്യന്തസ്ത്വാമന്ധസദൃശാ ജനാ. ഭഗവാനെ അങ്ങയെ കാണേണ്ടത് തന്നെയാണ്. അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതാണെന്ന് പറയാണ്. തുടർച്ചയായിട്ട് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ അത് ഒന്നുകൂടിയും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇവിടെ പദച്ഛേദം പറയാം. ശ്യാമം പദ്മപലാശാക്ഷം ദീർഘബാഹും കൃശോദരം പീതാംബരം അപശ്യന്ത ത്വാം അന്ധസദൃശാ ജനാഹ. ഭഗവാന്റെ രൂപമാണ് ആദ്യം തന്നെ പറയണത്. ശ്യാമം, കാർമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയ ഇരുണ്ട നിറമുള്ളവനായ അങ്ങനെയുള്ള ഭഗവാൻ ശ്യാമം. പദ്മപലാശാക്ഷം, പദ്മപലാശം എന്ന് പറഞ്ഞാൽ പദ്മത്തിൻ്റെ ഇതള് പോലെ, പലാശം ഇതളാണ്, ഇതള് പോലെയുള്ള കണ്ണുകളോട് കൂടിയ, അപ്പോൾ കറുത്ത നിറം, അതിസുന്ദരമായിട്ടുള്ള കണ്ണ്, പിന്നെ അതാണ് പദ്മപലാശ അക്ഷം, അങ്ങനെയുള്ള അക്ഷികളോട് കൂടിയ അങ്ങനെയുള്ള അങ്ങ്. ദീർഘബാഹും, നല്ല നീണ്ട കൈകളോട് കൂടിയവൻ. ദീർഘബാഹു കൃശോദര, ഉദരം ഒട്ടും കാണാനേയില്ല, കൃശമായ ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയവൻ. ഇതൊക്കെ ഉത്തമന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ ലക്ഷണമാണ്. വയറ് ചാടുക, അതുപോലെ കയ്യിനും കാലിനും ഒക്കെ നീളം കുറവ്, ഇതൊക്കെ അപ്പോൾ വളരെ ഒരു വലിപ്പക്കുറവ് തോന്നും. അങ്ങനെയുള്ള ഒരാൾ ഒട്ടും സുന്ദരനായി തോന്നൂല്ല. എന്നാൽ ഈ പറഞ്ഞ അളവുകളൊക്കെ ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അതിസുന്ദരനായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. കണ്ണിലാണ് ചൈതന്യവും തേജസ്സും മുഴുവൻ ഇരിക്കുന്നത്. അതിസുന്ദരമായിട്ടുള്ള നോട്ടം, ആ നോട്ടത്തിലെ ആൾക്കാരെ മുഴുവനും തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ എന്നുള്ള പേര് ഭഗവാന് വന്നതും. എല്ലാ ജനങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. അങ്ങനെയുള്ള നോട്ടം, ആ നോട്ടം, അതുപോലെ തന്നെ നല്ല ഇരുണ്ട നിറം, അതുപോലെ നീണ്ട കൈകൾ, ഒതുങ്ങിയ അരക്കെട്ട്, ഇതൊക്കെ ഉത്തമ പുരുഷൻ്റെ ലക്ഷണമാണ്. ഇതൊക്കെ കൂടി ചേർന്ന അങ്ങയെ കൃശോദരം മാത്രമല്ല പീതാംബരം, ഈ കറുപ്പ് നിറത്തിൻ്റെ കൂടെ മഞ്ഞപ്പട്ടാടയും കൂടി ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചൈതന്യം, ഒരു തേജസ് വേറെ തന്നെയാണ്, തിളങ്ങുകയാണ് ചെയ്യണത്. അങ്ങനെയൊക്കെയുള്ള അങ്ങയെ ത്വാം അപശ്യന്ത, കാണാത്തവരായിട്ടുള്ള ആൾക്കാർ, അങ്ങയെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണണ്ട എന്ന് ആരൊക്കെ പറയുന്നുവോ അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ജനാഹ, അങ്ങനെയുള്ള ജനങ്ങൾ അന്ധസദൃശാഹ, അവർക്കൊരൊറ്റ പേരേ ഉള്ളൂ, കുരുടന്മാർ, അന്ധന്മാർ. കണ്ണുണ്ടായിട്ടും വേണ്ടത് കാണാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവരെ അന്ധന്മാരെ തന്നെയല്ലേ പറയുക, അന്ധസദൃശാഹ. അന്ധന്മാരെ പോലെയാണ് അവർ അങ്ങയെ കാണുന്നില്ല. ഇത്രയും അതിസുന്ദരമായിട്ടുള്ള തങ്കപ്പെട്ട ഒരു രൂപം മുമ്പിലുണ്ടായിട്ട്, ഭൂമിയിലുണ്ടായിട്ട് കാണണമെന്ന് തോന്നാത്തവർ, കാണണ്ട എന്ന് തോന്നുന്നവർ, അതുപോലെ അടുത്തുണ്ടായിട്ടും സന്ദർശിക്കാത്തവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അന്ധന്മാരാണ്. കണ്ണുള്ളവരാരായാലും ഭഗവത് രൂപത്തിനു വേണ്ടി അന്വേഷിച്ചു പോവും, കാണാൻ വേണ്ടി കൊതിച്ചു പോവും. അത്രയ്ക്ക് സുന്ദരമാണ് അങ്ങയുടെ രൂപം എന്നാണ് നഗ്നജിത്ത് ഭഗവാനെ ഇരുത്തിക്കൊണ്ട് പറയണത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്മൈ ഹേമാസനസ്ഥായ കൃത്വാ വിധിവദർഹണാം ആസീനോ വിഷ്ടരേ രാജാ ജഗാദപരയാ മുദാ വിദുഷാമഭിജാതാനാം വിനീതാനാം യശസ്വിനാം അദ്യാഹം പ്രഥമോ ജാത യത്വം ജാതോസി മദ്ഗൃഹം. ശ്യാമം പദ്മപലാശാക്ഷം ദീർഘബാഹും കൃശോദരം പീതാംബരമപശ്യന്തസ്ത്വാമന്ധസദൃശാ ജനാ. ഇത്രയ്ക്ക് ഭാഗ്യവാനായി തീർന്നു ഞാൻ
അങ്ങ് എൻ്റെ ഗൃഹത്തിൽ വന്നു, എൻ്റെ കൊട്ടാരത്തിൽ വന്ന് എൻ്റെ ആതിഥ്യം സ്വീകരിച്ചു എന്നുള്ളത് എൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കണ്ണുകൾ കാണേണ്ടതിനെ കാണുകയും ചെയ്തു എന്നുള്ള സന്തോഷം അതാണ് പ്രകടിപ്പിച്ചത്. ഭഗവാനെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ അടുത്ത ശ്ലോകങ്ങളിലും കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.